2014 ശേഷം നമ്മുടെ രാജ്യത്ത് വന്നിരിക്കുന്ന വമ്പൻ മാറ്റങ്ങളിൽ ഏറ്റവും സുപ്രധാനമായിട്ടുള്ളൊരു മാറ്റമാണ് ഇപ്പോൾ ബീഹാറിൽ ഉണ്ടായിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. രാജ്യത്ത് ഈ വോട്ടിംഗ് സംവിധാനം നിലവിൽ വന്നു എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അതായത് നിങ്ങൾക്ക് വീട്ടിലിരുന്ന് വോട്ട് ചെയ്യാം. ബീഹാറിൽ 40,000 വോട്ടർമാർ മൊബൈൽ ഫോണുകൾ ഉപയോഗിച്ച് വീട്ടിൽ നിന്നും വോട്ട് രേഖപ്പെടുത്തി എന്നുള്ള റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വരുന്നു. രാജ്യത്തെ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന സംസ്ഥാനമായി റാങ്ക് ചെയ്യപ്പെട്ട ബീഹാറിന് ഇന്ത്യൻ തിരഞ്ഞെടുപ്പുകളിൽ ഒരു പുതിയ യുഗം ആരംഭിക്കാൻ കഴിയുമെന്നാണ് ഈ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത്. ഈ പുതിയ തുടക്കം ഈ വോട്ടിംഗ് ആണ്. ബീഹാറിലെ 6 മുനിസിപ്പാലിറ്റികളിലെ തെരഞ്ഞെടുപ്പിൽ ആദ്യമായി ഇലക്ട്രോണിക് വോട്ടിംഗ്, അതായത് ഈ വോട്ടിംഗ് ഉപയോഗിച്ചു. ഇതൊരു പൈലറ്റ് പദ്ധതിയാണ്. ഇത് വിജയകരമാണെങ്കിൽ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ ഇത് വിജയകരമായി ഉപയോഗിക്കാൻ കഴിയുമെന്നാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അടക്കം കണക്ക് കൂട്ടുന്നത്. ഇലക്ട്രോണിക് വോട്ടിംഗിൽ മൊബൈൽ, കമ്പ്യൂട്ടർ എന്നിവയിലൂടെ വോട്ട് ചെയ്യാൻ അനുമതി നൽകിയിട്ടുണ്ട്. ഗർഭിണികൾ, രോഗികൾ, പ്രായമായവർ, മറ്റ് സംസ്ഥാനങ്ങളിൽ താമസിക്കുന്നവർ എന്നിവർക്കാണ് ഈ അനുമതി നൽകിയിരിക്കുന്നത്. ഇവർക്കെല്ലാം മൊബൈൽ വഴിയോ വെബ്സൈറ്റിൽ പോയോ വോട്ട് ചെയ്യാം. ഇതിനു പുറമെ ഭാവിയിൽ നിർമ്മാണ സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികൾ, ദിവസവേതനക്കാർ, കർഷക തൊഴിലാളികൾ, വനങ്ങളിലോ വിദൂര ഗ്രാമപ്രദേശങ്ങളിലോ താമസിക്കുന്ന ആളുകൾ എന്നിവർക്കും ഇത്തരം രീതി അവലംബിക്കാവുന്നതാണ് എന്നാണ് റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത്. തിരഞ്ഞെടുപ്പ് ദിവസം 6 മണിക്കൂറിനുള്ളിൽ 51,000-ലധികം വോട്ടർമാർ ഈ വോട്ടിംഗ് സിസ്റ്റത്തിൽ വിജയകരമായി രജിസ്റ്റർ ചെയ്തു. 40,280 വോട്ടർമാർ വോട്ട് ചെയ്തു. അങ്ങനെ ഈ വോട്ടിംഗ് സംവിധാനം മൊത്തം രജിസ്റ്റർ ചെയ്ത ഈ വോട്ടർമാരുടെ 70% എന്നാണ് റിപ്പോർട്ട്. രാജ്യത്തെ ആദ്യത്തെ ഈ വോട്ടിംഗ് നടത്തിയത് വിഭാകുമാരി എന്ന സ്ത്രീയാണ്. വിഭാകുമാരി രാജ്യത്തെ ആദ്യത്തെ ഈ വോട്ടറായി മാറിക്കഴിഞ്ഞതിന് ശേഷം കിഴക്കൻ ചമ്പാരൻ ജില്ലയിലെ പട്ടിയാലയിലെ വാർഡ് നമ്പർ 8 നിവാസിയാണ് ഇവർ എന്ന് റിപ്പോർട്ടുകൾ പറയുന്നു. കിഴക്കൻ ചമ്പാരനിൽ നിന്നുള്ള മുന്ന കുമാറാണ് രാജ്യത്തെ ഈ വോട്ടറായ ആദ്യത്തെ പുരുഷ വോട്ടർ. അദ്ദേഹം ആപ്പ് വഴിയാണ് വോട്ട് ചെയ്തത് എന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. തിരഞ്ഞെടുപ്പുകളുടെ ദിശയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ചുവടുവയ്പ്പാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ നടപടി ചുവടുവയ്പ്പായിട്ടാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ നടപടിയെ കണക്കാക്കുന്നത്. ഈ ദിശ മുന്നോട്ട് പോയാൽ ഭാവിയിൽ രാജ്യത്തിൻ്റെ ഏത് കോണിലും താമസിക്കുന്ന ഒരു പൗരന് അവിടുത്തെ ഗ്രാമപഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ കഴിയും. ഈ രീതിയിൽ തിരഞ്ഞെടുപ്പ് പ്രക്രിയയെ എല്ലാവരും ഉൾക്കൊള്ളുന്നതാകാൻ കഴിയും. ഇതുവരെ അവരുടെ ഗ്രാമം, നഗരം അല്ലെങ്കിൽ സംസ്ഥാനം വിട്ടുപോയവർക്ക് വോട്ട് ചെയ്യാതിരിക്കുക എന്നുള്ള ഒരു കാര്യം ഇനി ഉണ്ടാകില്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം. മൊബൈൽ ഫോണിലൂടെ വോട്ട് ചെയ്യൽ പരീക്ഷിച്ച രാജ്യത്തെ ആദ്യ സംസ്ഥാനമായി ബീഹാർ മാറുമെന്ന് ബീഹാർ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ മേധാവി ദീപക് പ്രസാദ് പറഞ്ഞു. പട്നയിലെയും റോസ്താസിലെയും 6 മുനിസിപ്പാലിറ്റികളിലേക്കുള്ള തിരഞ്ഞെടുപ്പിനിടെയാണ് അദ്ദേഹത്തിൻ്റെ പരാമർശങ്ങൾ. എന്നിരുന്നാലും വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മൊബൈൽ ഫോണിലൂടെ വോട്ട് ചെയ്യുമോ എന്ന് വ്യക്തമല്ല. പോളിംഗ് സ്റ്റേഷനിൽ പോകാൻ കഴിയാത്തവർക്കാണ് ഈ സൗകര്യം എന്ന് ദീപക് പ്രസാദ് പറയുന്നു. ഓൺലൈനായി വോട്ട് ചെയ്യാൻ വോട്ടർ ഫോണിൽ ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിരിക്കണം. മുതിർന്ന പൗരന്മാർ, വികലാംഗർ, ഗർഭിണികൾ, മറ്റ് സംസ്ഥാനങ്ങളിൽ താമസിക്കുന്നവർ എന്നിവർക്ക് ഈ സൗകര്യം പ്രയോജനപ്പെടുത്താം. ജൂൺ 10 മുതൽ 22 വരെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതിനായി ഒരു ബോധവൽക്കരണ ക്യാമ്പയിൻ നടത്തിയിരുന്നു. ഇതിനായി ഫോൺ ഉടമ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്യേണ്ടതുണ്ട്. ഈ വോട്ടിംഗുമായി ബന്ധപ്പെട്ട് തട്ടിപ്പ് നടക്കാനും വളരെയധികം സാധ്യതയുണ്ട്. ഈ സാഹചര്യത്തിൽ ഈ പ്രക്രിയയിൽ സുതാര്യത നിലനിർത്താൻ വോട്ടിങ്ങിനായി ഒരു മൊബൈൽ നമ്പർ 2 തവണ മാത്രമേ ഉപയോഗിക്കാൻ കഴിയൂ. ഇതോടൊപ്പം ഓരോ വോട്ടും പരിശോധിക്കുന്നതിനും വോട്ടർ ID കാർഡ് ഉപയോഗിക്കും. ഇതിനു പുറമെ മൊബൈൽ ഫോൺ ഇല്ലാത്തവർക്ക് ബീഹാർ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വെബ്സൈറ്റിൽ പോയി ഈ വോട്ട് രേഖപ്പെടുത്താൻ നിലവിൽ ആകെ 10,000 പേർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഈ കണക്ക് 50,000-ആയി ഉയരും എന്നാണ് ഇപ്പോൾ സർക്കാർ കണക്ക് കൂട്ടുന്നത്. എന്തായാലും ഇത് വലിയൊരു വിപ്ലവം തന്നെയാണ് നമ്മുടെ നാട്ടിൽ കൊണ്ടുവരാൻ പോകുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.